Hello guys, എല്ലാവർക്കും ഫസ്റ്റ് പേഴ്സണും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് Kia Seltos 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. GT ലൈനപ്പ് ആണ്. എക്സൈറ്റഡ് ആണ് ഗൈസ്, കാരണം വൺ വേർഡിൽ സൂപ്പർബ് ആയിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ മാത്രം മതിയെന്ന് ഉദ്ദേശിച്ചാൽ മതി, പെട്ടെന്ന് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ പറയാനുള്ള മറ്റു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്കറിൻ്റെ കാര്യത്തിൽ ഇവൻ്റെ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല. ഭയങ്കര ഷാർപ്പായിട്ടും കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. GT ലൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ റെഡ് ബാഡ്ജിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബമ്പറിൽ തന്നെ ജസ്റ്റ് ഒരു റെഡ് സ്ട്രിപ്പ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ടൈഗർ നോസ് ഗ്രില്ലാണ് ഇതിന് വന്നേക്കുന്നത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. സൈഡിലേക്ക് വരുമ്പോൾ അത്ര ഷാർപ്പ് അല്ലെങ്കിൽ പോലും കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ടോപ്പിലൊരു റെയിൽ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒരു അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എവിടെ നോക്കിയാലും റെഡിൻ്റെ ഒരു ഫിനിഷിങ് കാണും. ആ GT ലൈനപ്പിനെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. 17 വീലാണ് ഇതിന് വന്നേക്കുന്നത്. ഡയമണ്ട് കട്ട് അലോയ്സ് നല്ല ലുക്കറാണ്. അതിലൂടെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് വരുന്നതുകൊണ്ട് വളരെയധികം പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രണ്ടിലത്തെ ഡിസ്കിൽ റെഡ് കളർ പൂശിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. റിയറിലേക്ക് വരുമ്പോഴാണ് പല കസ്റ്റമേഴ്സിനും ഒരു ചെറിയൊരു ഡൗട്ട്ഫുൾ ഈ കാര്യത്തിൽ ഫേസ് ചെയ്യുന്നത്. പലവർക്കും അതൊരു 50-50 ഭയങ്കരമായ രീതിയിൽ ഇതിനോട് എതിർപ്പില്ലെങ്കിൽ പോലും അത്ര ഷാർപ്പ് അല്ലാത്തൊരു ഡിസൈൻ പലവരും പറഞ്ഞായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഓവറോൾ ലുക്കിനെ അത് നന്നായിട്ട് അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കിന് മാത്രം കാണുമ്പോൾ ഒരു ചെറിയൊരു മടുപ്പുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാക്ക് ലൈറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, നല്ലൊരു പ്രസൻസ് ഉണ്ട്. പാനിക് ബ്രേക്കിംഗ്, അതായത് നമ്മൾ എമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലിങ്ക് ചെയ്ത് കത്തും. സാധാരണ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്, വളരെ നല്ല ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ പറയുമ്പോൾ ആദ്യം നമുക്ക് ക്വാളിറ്റിയെ പറ്റി, ആ GT ലൈനപ്പിന്റെ ബാഡ്ജിങ്ങുകളെ പറ്റി പറയാം. എവിടെ നോക്കിയാലും GTയുടെ ആ റെഡ് ടച്ച് എവിടെ നോക്കിയാലും കാണാം. ഏറ്റവും ഇതിൽ എന്നെ ആകർഷിച്ച കാര്യമാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല്. വളരെ ഷോർട്ടായിട്ടും വളരെയധികം ഡ്രൈവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള വീൽസ് ആണ്. ഈ ഒരു ക്ലാസ്സിലെ എല്ലാ വാഹനങ്ങളെ പോലും ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റൈഡിംഗ് സീറ്റ്സ് ഉണ്ട്. സർക്കുലേഷൻ, AC കൂട്ടുക കുറയ്ക്കുക. ഇത് മറ്റേ മൈക്കിന്റെ ആയിരിക്കും അല്ലേ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ വണ്ടിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യം ഹെഡ് ഡിസ്പ്ലേ ആണ്. ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സ്പീഡോമീറ്റർ, താഴത്തെ സ്പീഡോമീറ്റർ നോക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ നമ്മളെ മുന്നിൽ പൊങ്ങി വന്ന് നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ ഡ്രൈവിംഗിലേക്ക് നമുക്ക് കിടക്കാം. ഇതിന്റെ പെർഫോമൻസ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് ഇതിന്റെ പെർഫോമൻസ് തന്നെയാണ്. 1.4 ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ കാര്യമാണ്. കാരണം ഇതിന്റെ GT ആണ്, ഗ്രാൻഡ് ടൂറിനാണെങ്കിൽ ഇതിന്റെ പെർഫോമൻസും അത്ര കിടിലമായിരിക്കും. ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. ഉറപ്പായിട്ടും സസ്പെൻഷന്റെ കാര്യത്തിൽ വളരെ നല്ല റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ബോഡി റോൾ വളരെ കുറവാണ് ഈ വണ്ടിക്ക്. സ്പീഡുകളിൽ കുറച്ചും കൂടെ റോഡിലത്തെ അണ്ടർലേഷൻസ്, കുറച്ചും കൂടെ ഗട്ടറൊക്കെ നമ്മൾ എടുത്തറിയുന്നുണ്ട്. ഒരു ഡ്രൈവേഴ്സ് കാറാണ്. സ്പോർട്ടി ആയിട്ടുള്ളൊരു ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ബോഡി റോൾ കുറവാണ്. കോർണേഴ്സിലൊക്കെ നന്നായിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഒരു പ്രോപ്പർ SUV നിൽക്കുന്ന ഫീൽ ഈ വണ്ടി തരുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു റോഡ് പ്രസൻസും, അതുകൂടാതെ ആ ഒരു ചെറിയ ഒതുക്കവും നമുക്ക് നന്നായിട്ടുണ്ട്. സോ ഷുവറായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യും. എൻ്റെ ഈ ഷോർട്ടായിട്ടുള്ള ഓവർവ്യൂസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപയോഗം വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.